നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ബേസിസ് അല്ലെങ്കിൽ സെറ്റ്സിനെ പറ്റിയാണ്. ഓർത്തോഗണൽ സെറ്റ്സ് അത് അല്ലെങ്കിൽ ഓർത്തോനോർമൽ സെറ്റ്സ് ആൻഡ് ബേസിസ്, ഇതിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഇന്നർ പ്രോഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഒരു സെറ്റ്, let us be a set S is said to be, which is a subset of a vector space V, then is S is said to be orthogonal if for any u comma v element of S inner product uv is equal to 0. അപ്പം ഒരു സെറ്റ് ഓർത്തോഗണൽ ആകണമെങ്കിൽ അതിൻ്റെ അകത്തെ എല്ലാ പെയർ ഓഫ് എലമെന്റ്സും ഓർത്തോഗണൽ ആയിരിക്കണം. എല്ലാ പെയർ ഓഫ് എലമെന്റ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ മ്യൂച്വലി ഓർത്തോഗണൽ ആണെങ്കിൽ ആ സെറ്റിനെ ഓർത്തോഗണൽ സെറ്റ് എന്ന് വിളിക്കും. ഇനി ഒരു ഓർത്തോഗണൽ സെറ്റിനെ ഓർത്തോനോർമൽ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് വേണ്ട കണ്ടീഷൻ അത് ഓർത്തോഗണാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ഓൾസോ അതിൻ്റെ നോം 1 ആയിരിക്കണം. നോം യു ഇസ് ഈക്വൽ ടു 1 ഫോർ ഓൾ യു എലമെന്റ് ഓഫ് എസ്, അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് യു ഇസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. So a set is said to be orthogonal set if all the elements of the set are pairwise orthogonal, and an orthogonal set is said to be orthonormal if every element is of norm 1. സോ ഇതാണ് ഓർത്തോഗണൽ സെറ്റിൻ്റെയും ഓർത്തോനോർമൽ സെറ്റിൻ്റെയും ഡെഫിനേഷൻ. ഇനി ഒരു സെറ്റിനെ ഓർത്തോനോർമൽ ബേസിസ് എന്ന് വിളിക്കണമെങ്കിൽ orthonormal basis means it satisfies orthogonal. ഇത് ഓർത്തോനോർമൽ ആയിരിക്കണം, അത് ഒരു സ്പേസിന്റെ എന്തുമായിരിക്കണം? ബേസിസ് ആയിരിക്കണം. സോ എ ബേസിസ് വിച്ച് ഈസ് ഓർത്തോനോർമൽ ഈസ് കോൾഡ് ഓർത്തോനോർമൽ ബേസിസ്. അപ്പോൾ അതൊരു ബേസിസ് ആണ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അത് സ്പാൻ ചെയ്യും. ഓർത്തോനോർമൽ ആണെന്ന് പറയുമ്പോൾ അത് പെയർ വൈസ് ഓർത്തോഗണൽ ആണ്, അതിന്റെ നോം എപ്പോഴും 1 ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു വെക്ടർ സ്പേസിന് ധാരാളം ബേസിസുകളുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം, ഓർത്തോനോർമൽ ബേസിസുകൾ എങ്ങനെ കണ്ടെത്താം? ഓർത്തോനോർമൽ ബേസിസ് ഒരു ആർബിട്രറി ബേസിസിന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഓർത്തോനോർമൽ ബേസിസുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓർത്തോനോർമൽ ബേസിസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിന്റെ കാരണം. സോ ഫസ്റ്റ് റീസൺ ഓർത്തോനോർമൽ ബേസിസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഒരു ബേസിക് റിസൾട്ടാണ്. ആ റിസൾട്ട് പറയുന്ന ഇത്രയേ ഉള്ളൂ: ഒരു n എലമെന്റ് ഉള്ള ഒരു ഓർത്തോഗണൽ സെറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ എവരി ഓർത്തോഗണൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതാണ് നമ്മൾ ഈ റിസൾട്ടായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു v1 v2 എക്സെട്ര v എന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതാണ്. ഇനിയും ഒരു n എലമെന്റ് ഉള്ള ഒരു സ്പേസിലാണ്, ഡയമെൻഷൻ n ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ഈ ഓർത്തോഗണൽ സെറ്റ് എടുക്കുന്നതെങ്കിൽ ഇത് ആക്ച്വലി അതിന്റെ ഒരു ബേസിസും ആണ്. ഓക്കെ, അപ്പം n ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ n ആണ്, അതിൻ്റെ അകത്ത് n എലമെന്റ്സ് ഉള്ള ഒരു ഓർത്തോഗണൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ട്രിവിയലി അതിന്റെ ബേസിസ് ആയിട്ട് ഫോം ചെയ്യും. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അത് സ്പാൻ ചെയ്യുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്കിത് പ്രൂവ് ചെയ്യണം. സോ ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര Cn Vn is equal to 0 implies Ci is equal to 0 for all I is equal to 1, 2, 3 etc. എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തെ C1ഉം 0 ആണ്, C2ഉം 0 ആണ്, എക്സെട്ര ഇതെല്ലാം 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഇന്നർ പ്രോഡക്റ്റ് V1 C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര Cn Vn എടുക്കും. ഓക്കെ, ഇത് ആക്ച്വലി ഇതിന്റെ ആൻസർ ഇന്നർ പ്രോഡക്റ്റ് V1, കാരണം C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര Cn Vn 0 ആയതുകൊണ്ട് ദിസ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് V1 0 ആണ്. ഇന്നർ പ്രോഡക്റ്റ് V1 0 എപ്പോഴും എന്തുമാണ്? 0 ആണ്. സോ ഇതിന്റെ ആൻസർ ആക്ച്വലി എന്താണ്? 0 ആണ്, വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. V1 C1 V1 പ്ലസ് എക്സെട്ര
സി എൻ വി എൻ എന്ന് പറഞ്ഞ പാർട്ടിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ ലാംഡ വി ടു ഇസ് ഈക്വൽ ടു ലാംഡ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ വി ടു ആണ്. ഓക്കെ, അതുപോലെ ഇന്നർ പ്രോഡക്റ്റ് വി വൺ വി ടു പ്ലസ് വി ത്രീ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വി വൺ വി ടു പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് വി ടു വി ത്രീ ആണ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ സി വൺ വി വൺ പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ സി ടു വി ടു പ്ലസ് എക്സെട്ര ലാസ്റ്റ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ സി എൻ വി എൻ. ഓക്കെ, നമ്മൾ സമ്മിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യും. ഇനി കോൺസ്റ്റൻസിനെ വെളിയിലെടുക്കുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആ സി വൺ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി വൺ പ്ലസ് സി ടു ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി ടു പ്ലസ് എക്സെട്ര ലാസ്റ്റ് സി എൻ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി എൻ. ഇനിയും നമുക്കറിയാം ഇതെല്ലാം ഓർത്തോഗണൽ സെറ്റ് ആയതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് വി വൺ വി ടു ഇന്നർ പ്രോഡക്റ്റ് വി വൺ വി ത്രീ എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് വി വൺ വി എൻ എല്ലാം എന്താണ് സീറോ ആണെന്ന് അറിയാം. സോ ഇതിന്റെ സെക്കൻഡ് ടേംസ് തൊട്ടുള്ള എല്ലാം എന്തായിപ്പോയി സീറോ ആയിപ്പോയി. സോ ദ ഓൺലി തിങ് വിച്ച് റിമൈൻസ് ഈ സി വൺ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ ആണ്. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ നമ്പർ ലെറ്റ്സ് സേ 2. സോ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇതിന്റെ ആൻസർ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ സീറോ ആണ്. സോ സെക്കൻഡ് ഇക്വേഷൻ ഇതിന്റെ ആൻസർ എന്താണ് സി വൺ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി വൺ ആണ്. സോ ഫ്രം 1 and 2 എന്ത് ചെയ്യാൻ പറ്റും സീറോ ഇസ് ഈക്വൽ ടു സി വൺ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് വി വൺ എന്ന് കിട്ടും. ഓക്കെ, ഇന്നർ പ്രോഡക്റ്റ് വി വൺ സീറോ അല്ല. രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് സീറോ ആകുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പറെങ്കിലും എന്താകണം സീറോ ആകും. ഇന്നർ പ്രോഡക്റ്റ് വി വൺ സീറോ അല്ല, കാരണം വി വൺ എന്ന് പറഞ്ഞ നോൺ സീറോ വെക്ടർ ആണ്. സോ അതിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ പ്രോഡക്റ്റ് സീറോ ആകുന്ന വെച്ചാൽ വിച്ച് ഇംപ്ലൈസ് സി വൺ ഇസ് ഈക്വൽ ടു എന്താണ് സീറോ. അപ്പൊ സി വൺ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി സീറോ എന്ന് കിട്ടി. ഓക്കെ, ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് ജനറലി ഇനി ഇവിടെ സി വണ്ണിന് പകരം സി ടു ആയിട്ട് റീപ്ലേസ് ചെയ്താൽ, അതായത് ഇവിടെ വി വണ്ണിന് പകരം വി ടു എടുത്തു കഴിഞ്ഞാൽ വി ടു ഇന്നർ പ്രോഡക്റ്റ് ഈ രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇത് തന്നെ സീറോ കിട്ടും. റൈറ്റ് സൈഡിൽ ഇവിടെ സി ടു ഇൻറ്റു വി ടു എന്ന് കിട്ടും. അത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇൻ ജനറലി നമ്മൾ ടേക്ക് വി ഐ എന്ന് എടുക്കുന്നു. വി ഐ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് എടുക്കുന്നു. എന്നിട്ട് ഇന്നർ പ്രോഡക്റ്റ് വി ഐ സി വൺ വി വൺ പ്ലസ് എക്സെട്ര ഇതിൻ്റെ ith കമ്പോണൻ്റ് ആണ് സി ഐ വി ഐ പ്ലസ് എക്സെട്ര സി എൻ വി എൻ. ഇത് സീറോ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ സീറോ ആണ്, കാരണം ഇന്നർ പ്രോഡക്റ്റ് സി വൺ വി വൺ പ്ലസ് എക്സെട്ര സി എൻ വി എൻ സീറോ ആണ്. സോ ഇന്നർ പ്രോഡക്റ്റ് വി ഐ സീറോ ഇസ് ഈക്വൽ ടു എന്താണ് സീറോ ആണ്. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് ആക്ച്വലി നമ്മൾ നേരത്തെ എഴുതിയ പോലെ സി വൺ ഇൻറ്റു വി ഐ വി വൺ പ്ലസ് സി ടു ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി ഐ വി ടു പ്ലസ് എക്സെട്ര സി ഐ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി ഐ പ്ലസ് എക്സെട്ര ലാസ്റ്റ് സി എൻ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി എൻ. ഇതിൻ്റെ അകത്ത് ഈ വി ഐ ഒഴികെ ബാക്കി എല്ലാം എന്താണ് സീറോ ആണ്, കാരണം ഓർത്തോഗണൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഐ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി ഐ എന്ന് കിട്ടും. അത് സീറോ ആകുക എന്ന് വെച്ചാൽ വിച്ച് ഇംപ്ലൈസ് എന്താണ് സി ഐ ഇസിക്വൽ ടു എന്താണ് സീറോ. അപ്പോൾ നിങ്ങൾ ഏത് ഐ എടുത്തെന്ന് പറഞ്ഞാലും സി ഐ എന്ത് കിട്ടി പറ സീറോ കിട്ടി. ദാറ്റ് ഈസ് സി വൺ വി വൺ പ്ലസ് എക്സെട്ര സി എൻ വി എൻ ഇസിക്വൽ ടു സീറോ ആകുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സി ഐ ഇസിക്വൽ ടു സീറോ ഫോർ ഓൾ ഐ ഇസിക്വൽ ടു 1 2 3 എക്സെട്ര. സോ ദെയർഫോർ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും വി വൺ വി ടു എക്സെട്ര വി എന്ന് പറയുന്ന ഈ സെറ്റ് എന്താണ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ ഏത് ഓർത്തോഗണൽ സെറ്റ് എടുത്താലും അത് എപ്പോഴും എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഓർത്തോനോമൽ ബേസിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. സേ ലെറ്റ് ബി ഇസ് ഈക്വൽ ടു വി വൺ വി ടു എക്സെട്ര വി എൻ ബി ആൻ ഓർത്തോനോമൽ ബേസിസ്. Let U
എലമെന്റ് ഓഫ് ദ വെക്ടർ സ്പേസ് വി. ഈ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണ് ബി. ദെൻ ദ കോർഡിനേറ്റ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, യുവിന്റെ കോർഡിനേറ്റ് എന്നത് യുവിനെ v1 v2 എക്സെട്ര vnന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ ഉള്ള കോൺസ്റ്റൻസിന്റെ കളക്ഷനെയാണ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇന്നർ പ്രോഡക്റ്റ് യു v1 കോമ ഇന്നർ പ്രോഡക്റ്റ് യു v2 കോമ എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് യു vn ആയിരിക്കും. എക്സെട്ര യു vn. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓർത്തോനോമൽ ബേസിസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് യുവിനെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് യു v1 ടൈംസ് v1, ഇതാണ് നമ്മുടെ c1, പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് യു v2 ടൈംസ് v2, ഇതാണ് നമ്മുടെ c2, പ്ലസ് എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് യു vn ടൈംസ് vn, ഇതാണ് cn. അപ്പം ഈ രൂപത്തിൽ എഴുതാൻ പറ്റുമെന്നാണ് ഓർത്തോനോമൽ ബേസിസുകളുടെ കേസിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.